ഓം നമോ നാരായണായ. ഹരി ഓം തത്സത്. ജയ് ഗുരു. വിഷ്ണു സൂക്തം. വിഷ്ണോർനുകം വീര്യാണി പ്രവോചം യ പാർത്ഥിവാനി വിമമേ രജാംസി യോ അസ്കഭായദുത്തരം സധസ്തം വിചക്രമാണസ്ത്രേധോരുഗായ. വിഷ്ണോരരാഡമസി വിഷ്ണോ പൃഷ്ടമസി വിഷ്ണോശ്നപ്ത്രേ സ്ഥോ വിഷ്ണോസ്യുരസി വിഷ്ണോർധ്രുവമസി വൈഷ്ണവമസി വിഷ്ണവേ ത്വാ തദസ്യ പ്രിയമഭിപാധോ അസ്യാന്നരോ യത്ര ദേവയവോ മദന്തി ഗുരുക്രമസ്യ സഹി ബന്ധുരിത്ഥാ വിഷ്ണോ പദേ പരമേ മധ്വ ഉത്സ. പ്രതദ്ധിഷ്ണുസ്തവതേ വീര്യേണ മൃഗോ ന ഭീമ കുചരോ ഗിരിഷ്ടാ യസ്യോരുഷു ത്രിഷു വിക്രമണേഷ്വധിക്ഷിയന്തി ഭുവനാനി വിശ്വാ. പരോ മാത്രയാ തനുവാ വൃധാന ന തേ മഹിത്വമന്വശ്നുവന്തി ഉഭേദേ വിദ്മരജസി പൃഥിവ്യാ വിഷ്ണോ ദേവത്വം പരമസ്യ വിദ്സേ. വിചക്രമേ പൃഥിവീമേഷ ഏതാം ക്ഷേത്രായ വിഷ്ണുർമനുഷേ ദശസ്യൻ ധ്രുവാസോ അസ്യ കീരയോ ജനാസ ഉരുക്ഷിതിം സുജനിമാചകാര. തൃദേവ പൃഥിവീമേഷ ഏതാം വിചക്രമേ ശതർച്ചഃ സമ്മഹിത്വാ പ്രവിഷ്ണുരസ്തു തവ സസ്തവീയാന്ദ്വേഷംഹ്യസ്യ സ്തവിരസ്യ നാമ. അതോ ദേവാ അവന്തു നോ യതോ വിഷ്ണുർവിചക്രമേ പൃഥിവ്യാ സപ്തധാമഭി ഇദം വിഷ്ണുർവിചക്രമേ ത്രേധാ നിധദേ പദം. സമൂഢമസ്യ പാംസുരേ ത്രീണി പദാ വിചക്രമേ വിഷ്ണുർഗോപാ അധാഭ്യ തതോ ധർമാണി ധാരയൻ. വിഷ്ണോ കർമാണി പശ്യത യതോ വ്രതാനി പസ്പശേ ഇന്ദ്രസ്യ യുജ്യസഖാ. തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയഃ ദിവീവ ചക്ഷുരാതതം. തദ്വിപ്രാസോ വിപന്യവോ ജാഗ്യവാംസസമിന്ദദേ വിഷ്ണോര്യത്പരമം പദം പര്യാപ്ത്യാ അനന്തരായായ സർവസ്തോമോദിരാത്ര ഉത്തമമഹർഭവതി സർവസ്യാപ്ത്यै സർവസ്യ ജിത്यै സർവമേവ തേനാപ്നോതി സർവം ജയതി. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ വിഷ്ണു സൂക്തത്തിൻ്റെ സാമാന്യേനയുള്ള അർത്ഥം നോക്കാം. ആദ്യത്തെ മന്ത്രം. ഇതിൻ്റെ അർത്ഥം: യാതൊരാളാണോ അഗ്നി, വായു, ആദിത്യദേവത ഇവരാൽ രഞ്ജിക്കപ്പെടുന്ന പൃഥ്വി, അന്തരീക്ഷം, ദ്യോവ് എന്നീ 3 ലോകങ്ങൾ സൃഷ്ടിച്ചത്, യാതൊരാളാണോ ആ 3 ലോകങ്ങളെയും തൻ്റെ 3 ചുവടുകളാൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, ആ വിഷ്ണുവിൻ്റെ ശക്തിവിശേഷങ്ങൾ ഞാനിതാ പാടി പുകഴ്ത്തുകയാണ്. പുരാണങ്ങളിലെ വാമനാവതാര കഥയുമായിട്ട് ബന്ധപ്പെട്ട് വാമനാവതാര കഥയിൽ ഭഗവാൻ തൻ്റെ കാൽച്ചുവടുകളാൽ ഈ
ത്രിലോകങ്ങളെയും അളന്നെടുക്കുന്നത് പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ കൽപ്പനയുടെ ഒരു ആദിമ രൂപം ഈ ഋക്കിൽ കാണാവുന്നതാണ്. സദസ്തം എന്നതിന് സ്വർഗാദി ലോകപ്രാപ്തിക്ക് കാരണമായ കർമ്മങ്ങളുടെ മണ്ഡലമായ ഭൂലോകം, ഭൂലോകത്തിനും സുവർലോകത്തിനും മധ്യേയുള്ള ഭുവർലോകം, അന്യലോകങ്ങളിൽ നിന്നുള്ള ഉപാസകർ വന്നെത്തിച്ചേർന്ന് അമരത്വം നേടുന്ന സുവർലോകം, ഇങ്ങനെയെല്ലാം അർത്ഥം കൽപ്പിക്കാമെന്നാണ് സായണാചാര്യർ പറഞ്ഞിരിക്കുന്നത്. യാതൊരു വിഷ്ണുവിൻ്റെ 3 ചുവടുകളിൽ സകല ലോകങ്ങളും ഒതുങ്ങുന്നുവോ, ഭീമാകാരനും ഗിരിഷ്ടനും കുചരനും മൃഗരാജനെപ്പോലെ ആ സിംഹത്തെപ്പോലെ ആ വിഷ്ണു തൻ്റെ സ്വമഹത്വം കൊണ്ട് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നു. ഇവിടെ വിഷ്ണുവിനെ സ്വവീര്യം ഹേതുവായി എല്ലാവരാലും പ്രകീർത്തിക്കപ്പെടുന്ന ആ മൃഗരാജനായിട്ടുള്ള സിംഹത്തോട് ഉപമിച്ചിരിക്കുകയാണ്. എല്ലാവരും ഭയപ്പെടുന്നവനും ദുർഗമ മാർഗങ്ങളിൽ ചരിക്കുന്നവനും പർവ്വത നിവാസിയുമാണല്ലോ ഈ സിംഹരാജൻ. മന്ത്രത്തിലെ വിശേഷണങ്ങളെല്ലാം എല്ലാം വിഷ്ണുവുമായിട്ട് യോജിപ്പിക്കാവുന്നത് ആണ്. ഇപ്പോൾ സിംഹം ഇരയെ എന്ന പോലെ വിഷ്ണു ശത്രുക്കളെ അന്വേഷിച്ച് നടക്കുന്നു. അഥവാ ആ മൃഗരാജനെ പോലെ പരാക്രമിയാണ്. പരമേശ്വരനായ വിഷ്ണു ഭയപ്പെടുത്തുന്നവനാണ്, ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനാണ്. ഭീഷാസ്മാത് പവന പവതേ ഭീഷാസ്മാത് ഉദേതി സൂര്യ എന്ന് തൈത്തിരീയോപനിഷത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭീമൻ ആണ് എന്ന് പറയും. അതായത് ഭൂമി തുടങ്ങിയ ലോകത്തിലും വ്യാപിച്ചു നിൽക്കുന്നവനായതുകൊണ്ട് കുചരനാണ് എന്നും, വേദവാക്യങ്ങളിൽ സദാ കുടികൊള്ളുന്നതുകൊണ്ട് ഗിരിഷ്ടനാണ് എന്നും വാഴ്ത്തപ്പെടുന്നു. ഋഗ്വേദത്തിൽ പോലെ എന്ന അർത്ഥത്തിൽ ന ശബ്ദം ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ഇവിടെ നീ വിഷ്ണുവിൻ്റെ നെറ്റി പോലെയാണ്, നീ വിഷ്ണുവിൻ്റെ പൃഷ്ഠഭാഗം പോലെയാണ്, നിങ്ങൾ വിഷ്ണുവിൻ്റെ 2 കാലുകൾ പോലെയാണ്, നിങ്ങൾ വിഷ്ണുവിൻ്റെ ഞരമ്പുകൾ പോലെയാണ്, നിങ്ങൾ വിഷ്ണുവിൻ്റെ അസ്ഥികൾ പോലെയാണ്, നിങ്ങൾ സമ്പൂർണനാണ്, വിഷ്ണുവിനെപ്പോലെ ആണ്. ആ ഭഗവാന്റെ കൃപ ലഭിക്കുവാൻ വേണ്ടി അവിടുത്തെ ഞാൻ ആരാധിക്കുന്നു. അല്ലയോ ഭഗവാനെ, അവിടുത്തെ വീര്യപ്രവൃത്തികൾ ഞാൻ സ്തുതിക്കുന്നു. ഭക്തജനങ്ങൾ അത്യധികം സന്തോഷിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ടതായിട്ടുള്ള ആ പരമമായിട്ടുള്ള ധാമത്തിൽ ഞാൻ എത്തിച്ചേരട്ടെ. മനുഷ്യർക്ക് അവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള മഹത്വം ഗ്രഹിക്കാൻ കഴിവില്ല. ഭഗവാനെ, അവിടുന്ന് വാമനാവതാര സമയത്ത് ഭീമാകാരനായി വളർന്ന് എല്ലാ ബന്ധനങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന, ഈ ഭൂമിയുടെയൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന, ഈ 3 ലോകങ്ങളും അളന്നിട്ടുള്ള ഭഗവാനെ, ഈ ഭൂമിക്ക് മുകളിലേക്ക് വളർന്ന് ഈ ഭൂമിയൊക്കെ മനുഷ്യർക്ക് വാസയോഗ്യമാക്കുകയും അവിടുത്തെ തൃപ്പാദങ്ങൾ കൊണ്ട് ഈ ഭൂമിയെ പരിശുദ്ധമാക്കുകയും ചെയ്തുവല്ലോ. അത്യന്തം തേജസ്സുറ്റ പ്രകാശമാനമായ ശക്തിമാനുമായ അല്ലയോ ഭഗവാനെ, അവിടുത്തെ നാമം തന്നെ മഹത്വം ഉള്ളതാകുന്നു. തൻ്റെ പാദസ്പർശത്താൽ ഈ ഭൂമി മുഴുവനും പവിത്രമാക്കിയിട്ടുള്ളതും, തൻ്റെ മിത്രമായ ഇന്ദ്രനെ തൻ്റെ വിനോദങ്ങളൊക്കെ, തൻ്റെ വീര്യപരാക്രമങ്ങളൊക്കെ കാണുവാനായി അനുവദിച്ചിട്ടുള്ളവനും ആയിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രവൃത്തികൾ നോക്കൂ. നിത്യസൂരികളായിട്ടുള്ള മഹാന്മാർ എപ്പോഴും അവിടുത്തെ ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മഹാവിഷ്ണുവിൻ്റെ സ്ഥാനം വളരെ ഉദാത്തമായതാണ്. സ്തുതിപാഠകർ, ഗായകർ ഒക്കെ എപ്പോഴും അവിടുത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ
പരമമായിട്ടുള്ള പദം നിത്യസൂരികളായിട്ടുള്ള ദിവ്യപുരുഷന്മാർ എപ്പോഴും ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവത്തിലും വ്യാപിച്ചു നിൽക്കുന്ന, സർവത്തെയും ജയിക്കുന്ന പരമമായിട്ടുള്ള അനന്തമായിട്ടുള്ള ആ വിഷ്ണുപദം സദാ ജയിക്കുമാറാകട്ടെ. അവിടുത്തെ ഭജിക്കുന്നവർക്ക് സർവ വിജയങ്ങളും സൗഭാഗ്യങ്ങളും സർവൈശ്വര്യവും ചൊരിയുന്നതാകുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച ശാന്തിമന്ത്രത്തോടുകൂടി ഈ സൂക്തം ഇവിടെ അവസാനിക്കുകയാണ്. സർവഭക്ത ജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.